നല്ല അടിപൊളിയായിട്ട് പൂത്തിട്ടുണ്ട്. ഇത് മരുന്നുകൾക്ക് ഉപയോഗിക്കുന്ന ചെമ്പരത്തിയാണ്. ഈ ചെമ്പരത്തിയുടെ ഇതളുകളാണ്, ഇലയും പൂക്കളുമാണ് നമ്മൾ താളിയായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഒരു തരം റോസ് കളർ റോസ്. ഇത് ഒരു തരം ചെമ്പരത്തി, ചുമല ചെടയും ചെമ്പരത്തി സിംഗിൾ ഉണ്ട് ഇവിടെ. ഇത് ചെങ്കല്ല് കളർ ചെമ്പരത്തി. എല്ലാ ചെമ്പരത്തികളും പൂത്തിട്ടില്ല, എന്നിരുന്നാലും കുറച്ച് ചെമ്പരത്തികളൊക്കെ ചെമ്പരത്തി. ഒരു കളർ. ഇത് ചുമല ചെടയൻ. ഇത് വേറൊരു കളർ. ഇതും വേറൊരു കളർ. ഇത് റോസ് കളർ ചെമ്പരത്തി. വല്ലിക്കുടൽ. വല്ലിത്താമര. ഈ പൂക്കൾ എപ്പോഴും നമുക്ക് കിട്ടത്തില്ല, ഓരോ സമയത്തും ഓരോ തരം പൂക്കളായിരിക്കും. പ്രകൃതി എപ്പോഴും അതിൻ്റെ നിറങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഇത് ഒരു തരം ചേമ്പ്, വേറൊരു തരം ചേമ്പ്. ഇപ്പോൾ നമ്മൾ കുറേശ്ശെ ചെമ്പരത്തി കാണണമെങ്കിൽ ചെമ്പരത്തി തന്നെ ഇവിടെ തന്നെ ഒരു വേലി കാണാം നമുക്ക്. ഒരിക്കൽ എനിക്ക് ഈ ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹരമായിരുന്നു. അന്നേരം ഇപ്പോഴും ഞാൻ ഓരോ സ്ഥലത്തു നിന്നും ചെമ്പരത്തികൾ കൊണ്ടുവന്ന് വെക്കും. അങ്ങനെ വെച്ചുണ്ടാക്കിയ ഒരു ചെമ്പരത്തി വേലിയിലേക്ക് പോകാം. ഈ ചെമ്പരത്തിയാണ് നമ്മൾ താളിക്കും മരുന്നുകൾക്കുമൊക്കെ ഉപയോഗിക്കുന്നത്. 5 ഇതളുള്ള ചുമല ചെമ്പരത്തി. ഇതിൻ്റെ ഒരു നല്ല കളക്ഷൻ എനിക്കിപ്പോഴും ഉണ്ട്. നമ്മൾ ഇന്നും കാണുന്ന പോലെ ഇന്നും കാണാൻ സാധിച്ചെന്ന് വരില്ല. ഇപ്പോഴത്തെ മഴയായി. കണ്ടങ്ങിരിക്കും ജനത്തിനെ, കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന പൂന്താനം വഴികളെ ഓർമ്മിപ്പിക്കുന്ന പോലെ ഈ സൗന്ദര്യം എന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷേ എന്തും നമുക്ക് കിട്ടുമ്പോൾ അതിനെ ഉപയോഗിക്കുക. എല്ലാത്തിനും പല രീതിയിലുള്ള തടസ്സങ്ങളുണ്ടാകാം. ആ തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നേറുന്നതാണ് നമ്മളുടെ വിജയം. ഇങ്ങനെയുണ്ട് എൻ്റെ ചെമ്പരത്തി വേലി. ഇഷ്ടമായവർ കമൻറ്റ് ചെയ്യുക. ഇതെൻ്റെ ഒരു 4 വർഷത്തെ പരിശ്രമത്തിൻ്റെ ഫലമാണ്.